ഹായ് ഗായ്സ്. സോ ആദിത്യധർ സംവിധാനം ചെയ്തിരിക്കുന്ന രൺവീർ സിംഗ് പ്രധാന വേഷത്തിലെത്തുന്ന ദുരന്തർ 2 ദ റിവഞ്ച് എന്ന് പറയുന്ന മൂവി ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രൺവീർ സിംഗിൻ്റെ ഈ ഒരു സിനിമ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ആക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ നല്ല രീതിയിൽ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്നൊരു ഫിലിമാണ്. കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ആക്ഷൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ സുഖമായിട്ട് നമുക്കിരുന്ന് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വളരെയധികം ഹൈപ്പ് ഇതിന് കൊടുത്തിരുന്നു. ഒന്നാമത്തെ കാരണം ദുരന്തർ 1 എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുള്ളായിരുന്നു. രണ്ടാമത്തെ കാരണം 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സിനിമയായിരുന്നു. അപ്പോൾ പലരും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ ഇറക്കി ഞാൻ കണ്ടിരുന്നു. പായും തലയണയൊക്കെ എടുത്തിട്ട് സിനിമ കാണാൻ പോകുന്നതും മറ്റും. പക്ഷെ ഒരിക്കലും ആ തിയേറ്ററിനകത്തിരുന്ന് സിനിമ കാണുന്ന സമയത്ത് അത് 4 മണിക്കൂർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നില്ല. അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അതായത് ആ ഒരു മുഷിച്ചിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മളൊരു നോർമൽ 3 മണിക്കൂർ ഫിലിം കാണുന്ന അല്ലെങ്കിൽ 2.5 മണിക്കൂർ ഫിലിം കാണുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ആ ഒരു ഒരുപാട് നേരം എന്നുള്ളത് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. അതുപോലെ ആക്ഷൻ സിനിമകളെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയത് തിയേറ്ററിൽ കാണണം. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബ്ലാസ്റ്റൊക്കെ ഉള്ള ഒരുപാട് സീനുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ ആക്ഷൻ കൊറിയോഗ്രാഫി ആണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് മൊത്തത്തിൽ ഫിലിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണണം. രൺവീർ സിംഗിൻ്റെ അധികം മൂവീസൊന്നും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. സോ എന്താ പറയുക, ആക്ഷൻ മൂവികൾ ഇഷ്ടപ്പെടുന്ന രൺവീർ സിംഗിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും. അങ്ങനെയുള്ളവരെല്ലാവരും ഈ മൂവി എന്തായാലും പോയി കാണണം. നല്ല അടിപൊളി മൂവിയാണ്. എനിക്ക് തോന്നണു ഈ 4 മണിക്കൂറിൻ്റെ വിരസത ഒരിക്കലും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ല. കാരണം അത് നമ്മൾ ആ സിനിമയുടെ കൂടെ അങ്ങ് ആയിപ്പോവും. ഓക്കെ, ആ 2 മണിക്കൂർ കഴിഞ്ഞല്ലേ ഇൻ്റർവെൽ എന്നുള്ളതൊന്നും നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഞാനാണെങ്കിൽ രാവിലെ 8 മണിയുടെ ഷോയിലാണ് പോയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് കഴിക്കാതെ പോയതുകൊണ്ട് ഞാൻ മറ്റേ വിശക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. നമ്മൾ ആ സിനിമയിൽ അങ്ങ് ആയിപ്പോയി. അത് കഴിഞ്ഞ് ഇൻ്റർവെൽ ആയപ്പോഴാണ് ഓക്കെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലേ എന്നുള്ളൊരു തോന്നലുണ്ടായത്. സോ ഞാൻ PVR കൃപയിലാണ് കണ്ടത്, ട്രിവാൻഡ്രത്ത്. നിങ്ങളെല്ലാവരും പോയി കാണുക. സക്സസ്ഫുള്ളായിട്ട് അതിപ്പോഴും തിയേറ്ററിൽ ഓടുന്നുണ്ട്. സോ അത്രയേ ഉള്ളൂ. ടാറ്റാ.